ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പഫ് സമോസയാണ്. ഇത് പഫ് സമോസ എന്ന പേര് ഞാൻ തന്നെ ഇട്ട പേരാ. കാരണം ഇതിൻ്റെ ഔട്ടർ കവറിങ് പഫ്സിൻ്റെയാണ്, പക്ഷേ ഇന്നർ കവറിങ് സമോസയുടെ ഫില്ലിംഗ് പോലെ ചെയ്തിരിക്കുന്നത്. ഞാനിത് ഫ്രൈ ചെയ്തിട്ടില്ല, ബേക്ക് ചെയ്താൽ എടുത്തത്. അപ്പം ഞാൻ തന്നെ ഒരു പേരങ്ങ് ഇട്ടതാണ് കേട്ടോ, പഫ് സമോസ എന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് 2 വലിയ സവാള, 2 പച്ചമുളക്, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ചോപ്പറിലേക്കിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. കാരണം എനിക്കതാണ് ഇഷ്ടം. ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അതിനകത്ത് പപ്സിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്നതിനേക്കാളും ചെറുതായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തത്. ഇനി വലുതായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കത് ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം മൊത്തം ഞാനെടുത്തതെല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചെയ്യാൻ വേണ്ടി ഫില്ലിങ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 800 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ വെള്ളം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ചിക്കൻ മാത്രം എടുത്ത് ചോപ്പ് ചെയ്തെടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ആ കൂട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റണം. അപ്പോൾ എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർക്കുമ്പോൾ സവാളയ്ക്ക് ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ സവാള ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ഞാൻ അതിലേക്കൊരു 1 ടേബിൾ, അത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. വഴറ്റി, അതായത് പച്ചമണം പോയി കഴിഞ്ഞ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടി ചേർത്ത് നന്നായിട്ടത് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ അതും കൂടി ചേർത്ത്, വേവിച്ച് പൊടിച്ച് മാറ്റി വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എൻ്റെ സൈഡിലേക്ക് നമ്മൾ നീക്കി വെച്ച് നമ്മൾ എടുത്ത് വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ സ്റ്റോക്കിൽ ആ വെള്ളം കൂടി ചേർത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഏകദേശം 2 മിനിറ്റ് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫില്ലിങ് കേട്ടോ. അപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റ് ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലെ സ്ക്വയർ പീസ് കുറച്ച് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണേ, അല്ലെങ്കിൽ നമുക്കത് ഫ്ലെക്സിബിളായിട്ട് കിട്ടത്തില്ല. എന്നിട്ട് ഞാനതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നടുക്കുന്ന മുറിച്ചിട്ടുണ്ട്. 10 ഷീറ്റും കൊണ്ട് 20 എണ്ണം ഉണ്ടാക്കാവുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് സൈഡിലേക്ക് മടക്കി സൈഡ് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. കാരണം നമ്മളതിലേക്ക് നിറയ്ക്കുന്ന ഫില്ലിങ് നമ്മൾ നന്നായിട്ട് നിറയ്ക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായി ഒട്ടിച്ച ശേഷം നടുവിലേക്ക് നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഒരു ഹോള് പോലെ വരുമല്ലോ, എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നന്നായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് ആ തുറന്നിരിക്കുന്ന ഭാഗം കൂടി നന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത് വീർത്ത് വന്നിട്ട് സൈഡ് പൊട്ടി ഇത് പുറത്തേക്ക് ഒലിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് അത് ശരിക്കും നന്നായി ലോക്കാവാൻ വേണ്ടി നമ്മൾ ഈ ഫോർക്ക് വെച്ച് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഡിസൈനും കിട്ടും. മാത്രമല്ല ഈ പപ്സ് സമോസയുടെ 2 സൈഡും നല്ല രീതിയിൽ ഒട്ടിയും കിട്ടും. അത് തുറന്ന് പുറത്തേക്ക് പോകത്തില്ല. ഞാൻ അറ്റ് എ ടൈം ഞാനൊരു 10 എണ്ണമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എഗ് വാഷ് കൊടുക്കുക. നന്നായിട്ടൊരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ തൂത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വരും. എന്നിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ സിസൈം സീഡ്സ്, നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ വെള്ള എള്ളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കുക. എഗ് വാഷ് ചെയ്തേക്കണോണ്ട് അതിലേക്ക് പറ്റി പിടിച്ചിരുന്നോളൂ. അതിന് ശേഷം നമ്മുടെ ഓവൻ മാക്സിമം ഇതിലെത്രയാണ്, എൻ്റെ 300 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ 300 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് അതിലേക്ക് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. ബ്രൗൺ നിറം അതിൻ്റെ ഔട്ടർ കവറിങ്ങിൽ വരുന്നതാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്.
അപ്പോൾ നോക്കി, ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ പഫ് സമോസയെ പറ്റിയുള്ള അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ, താങ്ക് യു.